അങ്ങനെ ഒരു ഞായറാഴ്ച ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ മത്സരം കാണാനിടയായി. വളരെയധികം ആവേശത്തോടു കൂടിയാണ് ഇന്ത്യ പാക് മത്സരം കാണാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ എന്തു പറഞ്ഞാലും നമ്മൾ ആ ഒരു എന്താ പറയുക, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, പിന്നെ കളിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം കൊണ്ടും വളരെ ആവേശവും വളരെ മൂർച്ചയേറിയതുമായ ഒരു മത്സരമാണ് ഇന്ത്യ പാക് മത്സരം എന്ന് പറയുന്നത്. ഫുട്ബോളിലെ പോലെ തന്നെ ക്രിക്കറ്റിലെ ഒരു ക്ലാസിക്കോ ടൂർണമെന്റ് അല്ലെങ്കിൽ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് മുന്നേ ഉള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. പാകിസ്ഥാൻ കളിക്കുന്നില്ലെന്ന് പറഞ്ഞു, പിന്നീട് കളിക്കും എന്നുള്ള ഇത് വന്നു. അവസാനം നമ്മൾ ആ മത്സരത്തിന് വേണ്ടി ഉറ്റുനോക്കിയിരുന്നു. അവസാനം ഇന്നത്തെ മത്സരം നടന്നു. മത്സരം നടന്നപ്പോൾ ഉണ്ടായ കാര്യം എന്നാന്നുള്ളത് കൃത്യമായിട്ട് അറിയാം എല്ലാവർക്കും. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് ഫസ്റ്റിലെ തന്നെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് പോയി. അഭിഷേക് ശർമ്മേനെ ഇപ്പോഴേ കളിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാനാണ്. കാരണം അദ്ദേഹം ഒരു ക്ഷീണമൊക്കെ മേലായികൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നതാണ്. ഫിറ്റ്നസ് പക്ക ആയതിനു ശേഷം കളിപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാലും സാരമില്ല. അഭിഷേക് ശർമ്മയാണ് ഇപ്പൊ വേണേലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു താരമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വിക്കറ്റ് ആദ്യമേ പോയി. പക്ഷെ പിന്നീടായിരുന്നു ഇഷാൻ കിഷന്റെ താണ്ഡവം. ഇഷാൻ കിഷൻ എന്തായാലും അദ്ദേഹത്തിന്റെ വരവെന്ന് പറയുന്ന വമ്പം വരവായിപ്പോയി. 2 കൊല്ലമായി ടീമിന് നിഴല് പോലും അല്ലാതിരുന്ന ഒരാള് ആഭ്യന്തര മത്സരങ്ങൾ കളിച്ച് തന്റെ ഫോം തെളിയിച്ച് അങ്ങനെ ടീമിലേക്ക് എത്തി. ലോകകപ്പിന് മുന്നേ ന്യൂസിലൻഡിനെതിരെ നടന്ന മത്സരങ്ങളിലാണെങ്കിൽ പോലും വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ഇഷാൻ കിഷൻ അതേ ഫോം തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞ 77 റൺസ് എന്ന് പറഞ്ഞാൽ അതും വളരെ മികച്ച ഒരു ഇതായിരുന്നു. ആ 87 റൺസ് ഇന്ത്യക്കുള്ളപ്പോൾ 77 റൺസ് അടിച്ചത് ഇഷാൻ കിഷനാണ്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഫ്ലോ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. പക്ക ഡൈനാമൈറ്റ്, ഒരു ബോംബ് സ്ഫോടനം പോലെ തന്നെയാണ്, പറയാതിരിക്കാൻ സ്ഫോടനാത്മകമായ ബാറ്റിംഗ്. അപ്പുറത്തെ സമയത്ത് തിലക് വർമ്മ ഉണ്ടായിരുന്ന കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഇടയ്ക്ക് സിംഗിളുകളും കാര്യങ്ങളും ഒക്കെ ഇട്ട് തിലക് തുടക്കത്തിലെ കുറച്ച് ബാറ്റിംഗിൽ വിഷമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇഷാൻ കിഷന്റെ മാരകമായ ബാറ്റിങ്ങിന് ശേഷം, ഇഷാന്റെ വിക്കറ്റ് പോയതിനു ശേഷമാണ് നമ്മുടെ സൂര്യകുമാർ യാദവ് ബാറ്റിങ്ങിന് എത്തിയത്. സൂര്യകുമാറും തിലക് നിന്ന സമയത്ത് ആ ഉണ്ടായിരുന്ന റൺ റേറ്റ് ഒരു അല്പം ഒന്ന് പുറകോട്ട് പോയി. എങ്കിലും അത് ബാലൻസ് ചെയ്ത് നിർത്താൻ രണ്ടുപേര് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തിലക് വർമ്മയുടെ വിക്കറ്റും സൂര്യകുമാറിന്റെ വിക്കറ്റും ഒക്കെ പോയി വമ്പനടിക്ക് ശ്രമിച്ചു. കാരണം ഓവറുകൾ തീരാറായിരുന്നു. ആ സമയത്തെത്തിയ നമ്മുടെ ശിവം ഡൂബെ ആണെങ്കിലും റിങ്കു ആണെങ്കിൽ പോലും ന്യായമായിട്ട് അത്യാവശ്യം ഷോട്ടൊക്കെ കളിച്ച് നല്ലൊരു നിലയിൽ ഇന്ത്യനെ എത്തിച്ചു. 176 റണ്ണ് അവർക്ക് വിജയലക്ഷ്യം നൽകി. അതിനുശേഷം ബാറ്റിങ്ങിന് ഇറങ്ങിയ പാകിസ്ഥാൻ ഒരുമാതിരി പടമാകുന്ന അവസ്ഥയാണ് നമ്മൾ കാണേണ്ടി വന്നത്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ടീമിനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടെ നന്നായിട്ട് ബാറ്റ് ചെയ്യും. അവരുടെ തള്ളൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ബാബർ അസാമിനെ പോലെയുള്ള താരത്തിനെയൊക്കെ അവർ തള്ളി കയറ്റി നല്ല നിലയിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു ബാറ്റിംഗ് നന്നായിട്ട് കാണാന്നുള്ളതാണ്. തുടക്കത്തിലെ അവരുടെ ഓപ്പണർ പോയി. നമുക്ക് നമ്മുടെ ഓപ്പണറിനെ 0 റൺസിന് പോയ പോലെ തന്നെ അവരുടെ ഓപ്പണറും 0 റൺസിന് പോയി. തുടരെ വിക്കറ്റുകൾ പോയി. ഒരു രീതിയിലുള്ള ഒരു ചെറുതെടുപ്പ് പോലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാൻ സെറ്റായിട്ട് നിന്ന് കുറച്ചുകൂടെ റൺസ് അടിക്കുന്നു. ഒരിക്കൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറുതെടുപ്പ് ഉണ്ടായില്ല. അനാവശ്യ ഷോട്ടുകൾ കളിച്ച് മുഴുവൻ വിക്കറ്റും കളയുകയായിരുന്നു. ഇതാണ് ഈ വാക്കുകൾ കൊണ്ട് മാത്രം ശക്തരെന്ന് പറയുകയും ചെയ്യും. കളത്തിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ചീറ്റിപ്പോയ പൂത്തിരി പോലത്തെ അവസ്ഥയായി പോകും പാകിസ്ഥാൻ. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇതൊന്നും അല്ലായിരുന്നു പാകിസ്ഥാൻ ടീം. ഒരു കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല പവർഫുൾ മാച്ച് നമുക്ക് കാണാമായിരുന്നു. കാരണം പേസ് ബോളർ ഷോയബ് അക്തറിന്റെ നേതൃത്വത്തിലുള്ള ബോളിംഗ്, പേസ് ആക്രമണം, ബാറ്റിംഗിന്റെ സൈഡിലാണെങ്കിലും ഒരു ലോഡ് നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അത്ര നല്ല മികച്ച പാകിസ്ഥാൻ ടീമാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അവർക്ക് പ്രതിഭാശാലികളായിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇന്ത്യക്കെതിരെ അവർ കളിച്ചപ്പോൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെ സ്വയമേ കീഴടങ്ങി തലമുനിച്ച് പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും ഇന്ത്യയും അങ്ങനെ 3 മത്സരങ്ങളും ജയിച്ചിരിക്കുകയാണ്. USA-ക്കെതിരെ, നമീബിയക്കെതിരെ, അങ്ങനെ പാകിസ്ഥാനെതിരെ ജയിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പോയിന്റ് ടേബിളിൽ ഇന്ത്യ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു കളിയുടെ ഒരു കാര്യം പറയാനാണെങ്കിൽ, ബോളേഴ്സ് ആണെങ്കിൽ അക്ഷർ പട്ടേലും ഹാർദിക് പാണ്ഡ്യ, ബുംറ തുടങ്ങിയവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല തിലക് വർമ്മയ്ക്ക് വിക്കറ്റ് ഉണ്ട്, കുൽദീപ് യാദവിന് വിക്കറ്റ് ഉണ്ട്. അങ്ങനെ എറിഞ്ഞവർക്കെല്ലാം തന്നെ വിക്കറ്റ് കിട്ടിയ ഒരു സാഹചര്യമായിരുന്നു. പിന്നെ പറയാനുള്ളത് ഇന്ത്യയുടെ ബാറ്റിംഗ് സൈഡ് കുറച്ച് വീക്കായിട്ട് തോന്നുന്നുണ്ട്. ഇഷാൻ കിഷൻ ബാറ്റിംഗ് വിസ്ഫോടനം നടത്തിയതിനു ശേഷം പിന്നീട് വരുന്നവർക്ക് അധികം അങ്ങോട്ട് താളം കണ്ടെത്താൻ പറ്റുന്നില്ല, വിഷമിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അത് എന്തായാലും ആ ഒരു പോരായ്മ ഇന്ത്യ മാറ്റേണ്ടതുണ്ട്. ബോളിംഗ് സൈഡിലാണെങ്കിൽ കുഴപ്പമില്ല, നന്നായിട്ട് ബോൾ ചെയ്തുകൊണ്ടാണല്ലോ ഇന്ന് പാകിസ്ഥാനെ അതുപോലെ പിടിച്ചിട്ടത്. പക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് പോലും ഉണ്ടായില്ല. എന്തോ പേടിച്ച് തോറ്റുപോയ പോലത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പം എന്തായാലും അങ്ങനെ കളികളെല്ലാം കഴിഞ്ഞ് നമ്മൾ
ഇരിക്കുകയാണ്. ഇപ്പം ഇന്ത്യക്ക് ഒരുപാട് ചാൻസ് ഉണ്ട്. ഇന്ത്യയുടെ ബാറ്റിങ്ങിലെ കുറച്ച് പോരായ്മകൾ മാറ്റേണ്ടതുണ്ട്. പോരായ്മകൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു ഇഷാൻ കിഷന്റെ ഇന്നിങ്സിന് ശേഷം അതിന് അത്രയ്ക്കോളം വരുന്ന ഒരു ഇന്നിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഫിനിഷിങ്ങിൽ റിങ്കുവിന്റെ വക അടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശിവൻ ദുബെ ആണെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ഈ റിങ്കു സിംഗിനെ സംബന്ധിച്ച് മൂന്നോ നാലോ പന്തേ കിട്ടുള്ളൂ. അത് പുള്ളി അടിച്ച് റൺ അടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കളത്തിൽ ഇറങ്ങുന്നവർക്ക് കളിയെക്കുറിച്ച് നന്നായിട്ട് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇതുപോലെ വിലയിരുത്താനേ പറ്റുള്ളൂ. നമ്മൾ ടിവിയിലും ഫോണിലും ഇരുന്ന് കളി കണ്ട് വിലയിരുത്തുന്ന പോലെയല്ല കളത്തിൽ ഇറങ്ങുമ്പോൾ കാര്യം ഒന്ന് അറിയാം. എങ്കിലും നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചർച്ചയിൽ വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നല്ലൊരു വാശിയേറിയ മത്സരം എന്ന് പറയാൻ പറ്റില്ല. വാശി ഉണ്ടായിരുന്നു. അതായത് കളിക്കാൻ കയറുന്നതിന് മുന്നേ ഇന്ത്യ നന്നായിട്ട് ബാറ്റ് ചെയ്തു. അവരുടെ നൈം സൈം എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. അദ്ദേഹം നന്നായിട്ട് ബോൾ ചെയ്ത് വിക്കറ്റ് ഒക്കെ വീഴ്ത്തിയായിരുന്നു. അപ്പം നമുക്ക് അവരുടെ ബോളിംഗ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും കുറച്ച് നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 176 റൺസ് എന്ന് പറയുന്നത് മറികടക്കാൻ പറ്റുന്ന ഒരു സ്കോറൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ ബോളിങ്ങിന്റെ ഒരു ശക്തമായ ചെറുത്തുനിൽപ്പാണ്. പിന്നെ പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാരുടെ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ബാറ്റിംഗ് കൂടെ ആയപ്പോഴത്തേക്കും കളി നമ്മുടെ കൈ വന്നു. അപ്പം എന്തായാലും നല്ലൊരു മത്സരം കാണാൻ പറ്റി. പിന്നെ ഇനിയിപ്പോ പറയാൻ ആയിട്ട് ഉണ്ടോന്ന് അറിയില്ല. നമ്മള് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഒരു ടീം ഒരു സ്പോർട്സ് എന്ന നിലയിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് നിലനിർത്തേണ്ടതാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. കളി തുടങ്ങാൻ നേരമുള്ള ഹസ്തദാനം ഒന്നും കണ്ടില്ല. ഹസ്തദാനം നൽകുന്നതുകൊണ്ട് ഇപ്പൊ പ്രശ്നം ഉണ്ടാവും തോന്നില്ല. കാരണം അതത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല. അത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. പിന്നെ മാത്രമല്ല, അങ്ങനെ നോക്കാനാണെങ്കിൽ കമന്ററി പറയുന്നവര് ഇന്ത്യയും പാകിസ്ഥാന്റെ ആൾക്കാർ ഒന്നിച്ചിരുന്ന് കമന്ററി പറയുന്നു. പിന്നെ ഗ്രൗണ്ടിലാണെങ്കിൽ രോഹിത് ശർമ്മ ട്രോഫി ആയിട്ട് വന്ന സമയത്ത് വസീം അക്രം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാന്റെ പ്ലേയേഴ്സ് തമ്മിൽ ഒരു സംഭാഷണം കാര്യങ്ങളുണ്ട്. പക്ഷെ ഹസ്തദാനമില്ല. അതെന്തുകൊണ്ട് എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഒരു സ്പോർട്സ്മാൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ക്രിക്കറ്റിനെ ഇഷ്ടം ഉള്ള ഒരു ആരാധകൻ എന്നോ, അല്ലെങ്കിൽ ക്രിക്കറ്റ് അത്യാവശ്യം നല്ല നമ്മൾ സാധാരണ രീതിയിൽ കണ്ടെത്തി കളിക്കുന്നതാണ്. എതിരെ എത്ര ടീമാന്ന് പറഞ്ഞാലും നമ്മളൊരു എത്ര വാശിയും വീറും ഉണ്ടെങ്കിൽ പോലും, ഈവൻ ഒരു കണ്ടത്തിൽ കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ പോലും കളി കഴിയുമ്പോഴത്തേക്ക് ഒരു ഹർഷദാനം ഒക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇതെന്തോ ഉണ്ടായില്ല. അത് കാണുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു സ്പോർട്സ്മാൻ എന്ന നിലയിൽ, അല്ലെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ഭാഗമാണ് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുക എന്നുള്ളത്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. എന്തായാലും ഇന്ത്യ പോയിന്റ് ടേബിൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ട് കളി ജയിച്ച് മുന്നോട്ടേക്ക് പോകാം. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വീറും വാശിയോടും കൂടിയുള്ള ഇന്ത്യ പാകിസ്ഥാൻ മത്സരം, ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നല്ല വീറും വാശി ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ സൈഡ് ഒരുമാതിരി പൊട്ടാത്ത കുണ്ടിന്റെ അവസ്ഥയായിപ്പോയി. അതായിരുന്നു പാകിസ്ഥാൻ. അപ്പം ഇന്ത്യയുടെ വിജയങ്ങൾ എല്ലാം കണ്ട് നമ്മൾ സന്തോഷിച്ചിരിക്കുകയാണ്. മുന്നോട്ടുള്ള കളികളിലും വിജയിക്കട്ടെ. അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. വീണ്ടും അടുത്ത നല്ലൊരു കളി വരുമ്പോഴത്തേക്കും, നല്ലൊരു മാച്ച് കണ്ടതിന് ശേഷം വിലയിരുത്തൽ ഉണ്ടാകുന്നതാണ്. അതുവരത്തേക്കും ബൈ.